Hello students. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൈനമാറ്റിക്സ് എന്ന ചാപ്റ്ററിൽ JEE അഡ്വാൻസിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഇൻഡിജർ ടൈപ്പ്, മൾട്ടിപ്പിൾ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ സിംഗിൾ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിലെയും ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസർ ടൈപ്പ് ആണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടാകും. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് the displacement x of a particle varies according to the time as a relation x is equal to a divided by b into 1 minus e raised to minus bt. Then which of the following statements are correct? അപ്പോൾ താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നത് അറ്റ് ടി ഈക്വൽ ടു 1/b ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി 2/3 ഇൻറ്റു എ ബൈ ബി ആയിരിക്കും. രണ്ടാമത് പറയുന്നത് ടി ഈക്വൽ ടു 0ൽ വെലോസിറ്റി എ ആയിരിക്കും, ആക്സലറേഷൻ മൈനസ് എ ബി ആയിരിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ ദ പാർട്ടിക്കിൾ കനോട്ട് ഗോ ബിയോണ്ട് എക്സ് ഈക്വൽ ടു എ ബൈ ബി. ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ദ പാർട്ടിക്കിൾ വിൽ കം ബാക്ക് ടു ഇറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് അറ്റ് ടൈം ഇസ് ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എക്സ് ഈസ് ഈക്വൽ ടു പൊസിഷൻ തന്നിട്ടുണ്ട്. സോ എക്സ് ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ബി ടി. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ വെലോസിറ്റിയും ആക്സലറേഷനും എല്ലാം പറയുന്നത് കാരണം നമുക്ക് വെലോസിറ്റി ഒന്ന് കണ്ടുപിടിക്കാം. വി നോ ദാറ്റ് വെൻ വി ആർ ഡിഫറൻഷിയേറ്റിംഗ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വി വിൽ ഗെറ്റ് വെലോസിറ്റി അല്ലേ. അപ്പോൾ ഞാനിതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു എ ബൈ ബി ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ നമ്മൾ അവിടെ തന്നെ എഴുതി. 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ദെൻ ബാക്കി ആരുണ്ട്? മൈനസ് ഇ റൈസ് ടു മൈനസ് ബി ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് ബി ടി എന്ത് തന്നെയാണ്? മൈനസ് ബി. ഓക്കെ, സോ ഈ നെഗറ്റീവ് എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. ദെയർഫോർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഈ ബിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് ബി ടി. സോ ദിസ് ഈസ് എ വെലോസിറ്റി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇനി ആക്സലറേഷൻ കണ്ടുപിടിക്കാം. വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. സോ ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി വിൽ ബി ഈക്വൽ ടു ആക്സലറേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എ കോൺസ്റ്റൻ്റ് ആണ്. സോ എ നമ്മൾ എഴുതി. ഇ റൈസ് ടു മൈനസ് ബി ടി ഡെറിവേറ്റീവ് ഇ റൈസ് ടു മൈനസ് ബി ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് ബി ടി മൈനസ് ബി. ദെയർഫോർ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് ബി ടി, ഇവിടെ നെഗറ്റീവ് ഉണ്ട് അല്ലേ. സോ മൈനസ് എ ബി ഇൻറ്റു e raised to minus bt. So this will be the acceleration. ഇതാണ് ആക്സലറേഷൻ. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസും 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? വെൻ ടി ഈക്വൽ ടു 1/b ടൈം 1/b ആവുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് 2/3 ഇൻറ്റു എ ബൈ ബി ആണ്. അപ്പോൾ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എക്സ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ടല്ലോ എ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ബി ടി. സോ ഞാൻ ഇതിൽ ടി ഈക്വൽ ടു എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്? 1/b എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ടി ഈക്വൽ ടു 1/b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബി ഇൻറ്റു ടിക്ക് പകരം 1/b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു എ ബൈ ബി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു ബിയും ക്യാൻസൽ ആവും. നമുക്ക് ഇവിടെ എത്ര കിട്ടും? -1. ഓക്കെ, ഇനി ഇ റേസ് ടു -1ൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഇ റേസ് ടു -1ൻ്റെ വാല്യൂ 1/3 ആണ്. സോ വി വിൽ റൈറ്റ് ഇറ്റ് ആസ് 1/3. സോ ഇ റേസ് ടു -1 ഇസ് 1/3. അപ്പോൾ ഞാൻ ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു 1 മൈനസ് 1/3. സോ 1 മൈനസ് 1/3 വിൽ ബി 2/3. ഓക്കെ, സോ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2/3. സോ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ് അല്ലേ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് വെൻ ടൈം ഈക്വൽ ടു 1/b എത്രയാണ് നമ്മുടെ പൊസിഷൻ കിട്ടുന്നത്? 2/3 ഇൻറ്റു എ ബൈ ബി. സോ ഓപ്ഷൻ എ എന്താണ്? കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. എന്താ രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത്? ദ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ വെൻ ടി ഈക്വൽ ടു 0 ടൈം 0 ആവുന്ന സമയത്ത് വെലോസിറ്റി എ ആണ്, ആക്സലറേഷൻ മൈനസ് എ ബി ആണ്. നമുക്കിവിടെ വെലോസിറ്റി ഉണ്ട് അല്ലേ. ഇവിടെ ടി ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി എന്തിനാണ് കിട്ടുന്നത്? നമുക്ക് എ ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ആക്സലറേഷൻ ആണ് ഇവിടെയുള്ളത്. ആക്സലറേഷൻ ടി ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് എ ബി കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ശരിയാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ദ പാർട്ടിക്കിൾ കനോട്ട് ഗോ ബിയോണ്ട് എക്സ് ഈസ് ഈക്വൽ ടു എ ബൈ ബി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വെൻ ടി ടെൻസ് ടു ഇൻഫിനിറ്റി, ഞാൻ ടൈം ഇൻഫിനിറ്റി ആയിട്ട് നോക്കി, അതല്ലേ മാക്സിമം ടൈം. മിനിമം ടൈം എന്ന് പറയുന്നത് ടി ഈക്വൽ ടു 0 ആയിരിക്കും. മാക്സിമം ടൈം എന്ന് പറയുന്നത് ടി ഈക്വൽ ടു ഇൻഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ മാക്സിമം ടൈമിനെ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ ടി ഈക്വൽ ടു ഇൻഫൈനൈറ്റ്.
അപ്പോൾ ടി ഈക്വൽ ടു ഇൻഫൈനൈറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുക? എക്സ് ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു, ഞാൻ ഇവിടെ എന്ത് കൊടുക്കും? ടൈമിന് ഇൻഫൈനൈറ്റ് കൊടുക്കും. സോ ഇ റൈസ് ടു ഇൻഫൈനൈറ്റ് വരും. സോ എക്സ് ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് വരും? എ ഇൻറ്റു ബി. ബാക്കി ടേംസ് ഇവിടെ 1 വരും നമുക്ക്. സോ 1 മൈനസ് 1 ആ ഒരു ടേം നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു ടേം 0 ആയിട്ട് മാറും. സോ എ ബൈ ബി ഇൻറ്റു 1 എന്ന് വരും. ഓക്കെ, സോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? എ ബൈ ബി എന്ന് വരും. അതായത് മാക്സിമം, ഇതാണ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. ടൈം മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ് അല്ലേ? ആ സമയത്ത് നമുക്ക് കിട്ടുന്ന മാക്സിമം പൊസിഷൻ എത്രയാണ്? എ ബൈ ബി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബൈ ബിയേക്കാളും കൂടുതൽ നമുക്ക് എന്ത് വരില്ല? ഒരിക്കലും പൊസിഷൻ വരില്ല. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഒരിക്കലും എ ബൈ ബിയേക്കാളും വരില്ല. കാരണം മാക്സിമം ടൈം ആയ ടി ഈക്വൽ ടു ഇൻഫൈനൈറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എക്സ് ഈസ് ഈക്വൽ ടു എ ബൈ ബി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മാക്സിമം. അപ്പോൾ ഈ എ ബൈ ബിയേക്കാളും കൂടുതൽ ഒരിക്കലും എന്ത് വരില്ല? ഡിസ്പ്ലേസ്മെൻറ്റ് വരില്ല. സോ ദ പാർട്ടിക്കിൾ കനോട്ട് ഗോ ബിയോണ്ട് എക്സ് ഈക്വൽ ടു എ ബൈ ബി എന്ന് പറഞ്ഞത് ശരിക്കും ശരിയാണ്. ഇതാണ് അതിൻ്റെ മാക്സിമം, അതിനേക്കാളും കൂടുതൽ പോവില്ല. സോ സി ഓപ്ഷൻ എന്താണ്? ശരിയാണ്. നമുക്കിനി വെരിഫൈ ചെയ്ത് നോക്കേണ്ടത് ഡി അല്ലേ? The particle will come back to its starting point at t equal to infinite. അതായത് ടൈം ഈക്വൽ ടു ഇൻഫൈനൈറ്റിൽ അത് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ വെൻ ടി ഈക്വൽ ടു 0, ഇതിനല്ലേ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്, ആ സമയത്തുള്ള പൊസിഷൻ എത്രയാണെന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ടൈം ഈക്വൽ ടു 0 എന്ന് വിളിക്കുന്നതിനെയാണ് നമ്മൾ ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത് അല്ലേ? അതാണ് ഇനീഷ്യൽ ടൈം. ആ സമയത്ത് എത്രയാണ് പൊസിഷൻ നോക്കാം. ഇവിടെ ടിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടിക്ക് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു 0 എന്ന് വരും. സോ വി നോ ദാറ്റ് എനി നമ്പർ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ ടൈം ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 മൈനസ് 1 0 വരും. അപ്പോൾ ഹോൾ ടേം 0 ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ഇൻറ്റു 0 എന്ന് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ടി ഈക്വൽ ടു 0, ടൈം 0 ആവുന്ന സമയത്ത് പൊസിഷൻ എത്ര വരുന്നത്? പൊസിഷൻ ഇസ് ഈക്വൽ ടു 0. അതായത് ടി ഈക്വൽ ടു 0ൽ എക്സ് എത്രയാണ്? 0 ആണ്. ഇനി ടി ഈക്വൽ ടു ഇൻഫൈനൈറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ടി ഈക്വൽ ടു ഇൻഫൈനൈറ്റിൽ എക്സ് നമുക്ക് ഓൾറെഡി കിട്ടി. ഇപ്പോൾ എ ബൈ ബി നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു, എ ബൈ ബി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഈക്വൽ ടു ഇൻഫൈനൈറ്റിൽ അത് തിരിച്ചു വരുന്നുണ്ടോ? ഒരിക്കലും അത് തിരിച്ചു വരുന്നില്ല. അങ്ങനെ അത് റിട്ടേൺ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ആ രണ്ട് ടൈമിലും പൊസിഷൻ സെയിം ആയിരിക്കണം. ടി ഈക്വൽ ടു 0ൽ എക്സ് 0 ആണ്, ടി ഈക്വൽ ടു ഇൻഫൈനൈറ്റിൽ എക്സ് എ ബൈ ബി ആണ്. അപ്പോൾ അത് ഇനീഷ്യൽ പോയിന്റിലേക്ക് തിരിച്ചു വരുന്നില്ല. ഇൻ കേസ് അത് റിട്ടേൺ ചെയ്ത് വരുന്നുണ്ടായിരുന്നെങ്കിൽ എക്സ് ഈക്വൽ ടു ഇവിടെ 0 കിട്ടണം. നമുക്ക് അങ്ങനെ 0 കിട്ടുന്നില്ല. അതായത് ഈ ടി ഈക്വൽ ടു ഇൻഫൈനൈറ്റിൽ അത് റിട്ടേൺ ചെയ്ത് വരുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. അത് റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ആൻസർ? എ, ബി, സി, ഈ മൂന്നും നമ്മുടെ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, സോ ദീസ് ആർ ദ മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആൻ ഇൻറ്റിജർ ടൈപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇൻറ്റിജർ ടൈപ്പ് ആണ്. അപ്പോൾ നമ്മൾ വാല്യൂ അവിടെ ടൈപ്പ് ചെയ്യേണ്ടി വരും. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് എ ട്രെയിൻ ഈസ് മൂവിങ് along a straight line with a constant acceleration a. A boy standing in the train throws a ball forward with a speed of 10 meters per second with respect to the train at an angle of 60 degrees with the horizontal. A boy has to move forward by 1.15 meter inside the train to catch the ball back at the initial height. The acceleration of the train is. അപ്പോൾ ട്രെയിനിൻ്റെ ആക്സലറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ട്രെയിനിൽ ഒരു ബോയ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഒബ്ജക്റ്റ് ത്രോ ചെയ്യുന്നുണ്ട് അല്ലേ? എ ബോയ് സ്റ്റാൻഡിങ് ഇൻ ദ ട്രെയിൻ ത്രോസ് എ ബോൾ ഫോർവേഡ് വിത്ത് എ സ്പീഡ് ഓഫ് 10 meters per second ബൈ മേക്കിംഗ് എൻ ആംഗിൾ 60 degrees വിത്ത് ദ ഹൊറിസോണ്ടൽ. സോ ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒബ്ജക്റ്റ് ത്രോ ചെയ്യുന്നത് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 meters per second. ട്രെയിൻ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മൂവിങ് ട്രെയിനിൽ നിന്നാണ് ഈ ഒരു കുട്ടി ഈ ഒരു ഒബ്ജക്റ്റ് ത്രോ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മേക്കിംഗ് എൻ ആംഗിൾ ഓഫ് 60 degrees വിത്ത് ദ ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടലുമായിട്ട് ഒരു 60 degree ആംഗിൾ അത് മേക്ക് ചെയ്യുന്നുണ്ട്. ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ബാക്കിയുള്ളതിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടുന്ന് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ മൂവ് ഇൻ പാരാബോളിക് പാത്ത്. നമുക്കറിയാം ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് എറിഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി അതെന്ത് ചെയ്യും? അതൊരു പാരാബോളിക് പാത്തിലൂടെ മൂവ് ചെയ്യും, എന്നിട്ട് ഇവിടെ വന്ന് ഫോളോ ചെയ്യും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കണം. അതായത് ടോട്ടൽ എത്ര ടൈം എടുത്തു ഇവിടെ വന്ന് വീഴാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിക്കുന്നത്. സോ വി നോ ദ ഇക്വേഷൻ ഓഫ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2u sin theta divided by g. This is the equation of time of flight. So which is equal to 2 into initial velocity is 10
and sin 60 will be equal to root 3 divided by 2 divided by g value we can take it as 10. ഈ 2ഉം 10ഉം ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ we will get time of flight is equal to root 3 സെക്കൻഡ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണ്? റൂട്ട് 3. അതായത് അത് ഗ്രൗണ്ടിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു റൂട്ട് 3 സെക്കൻഡ് നമ്മൾ ത്രോ ചെയ്ത അതേ ഹൈറ്റിൽ തന്നെ തിരിച്ച് എത്തണം എന്നുണ്ടെങ്കിൽ റൂട്ട് 3 സെക്കൻഡ് സമയം അത് എടുക്കുന്നുണ്ട്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ അടുത്ത പാർട്ടിലേക്ക് പോകാം. നെക്സ്റ്റ് പാർട്ടിൽ ക്വസ്റ്റ്യൻ പറയുന്നത് ദ ബോയ് ഹാസ് ടു മൂവ് ഫോർവേഡ് ബൈ 1.5 മീറ്റർ. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത്, അതായത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് അവർ തന്നിട്ടുള്ളത് ഇൻസൈഡ് ദ ട്രെയിൻ ടു ക്യാച്ച് ദ ബോൾ ബാക്ക് അറ്റ് ദ ഇനീഷ്യൽ ഹൈറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം. സോ വി നോ ദ ഇക്വേഷൻ ഓഫ് റേഞ്ച് അല്ലേ? എന്താ റേഞ്ചിൻ്റെ ഫോർമുല? റേഞ്ച് ഈസ് ഈക്വൽ ടു u cos theta into time period. ഓക്കെ, ദാറ്റ് ഇസ് റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. സോ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. സോ റേഞ്ച് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടൈം ആണ്. ഇവിടെ സാധാരണ രീതിയിൽ ഇപ്പം നമ്മൾ റേഞ്ചിൻ്റെ ഫോർമുല സാധാരണ രീതിയിൽ പറയാറ് റേഞ്ച് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടൈം എന്നാണ്. പക്ഷേ ഈ കേസിൽ ട്രെയിനും എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ആ കുട്ടി നിൽക്കുന്ന പ്ലാറ്റ്ഫോമും കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം റെസ്റ്റിലായിരിക്കും, ഒരു ഒബ്ജക്റ്റ് നമ്മൾ ത്രോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ഈ റേഞ്ച് കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ ആ നിൽക്കുന്ന പ്ലാറ്റ്ഫോം അടക്കം മൂവ് ചെയ്യുന്നുണ്ട്, കാരണം ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ട്. സോ അത് കാരണം ആ ഒരു ട്രെയിനിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്യണം. കാരണം ട്രെയിൻ ഇറ്റ് സെൽഫ് ഈസ് മൂവിങ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയാം. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ ഞാൻ 0 ആക്കി അസ്യൂം ചെയ്യാണ്. സോ എസ് ഈസ് ഈക്വൽ ടു എത്ര വരും, ഹാഫ് എ ടി സ്ക്വയർ എന്ന് വരും. ഓക്കെ, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടൈം. അപ്പോൾ ഹാഫ് എ ടി സ്ക്വയർ അത് ഇതിന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം. സോ മൈനസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണ് ക്വസ്റ്റിൽ തന്നിട്ടുള്ള 1.15. അപ്പോൾ എന്തുകൊണ്ടാണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ആ ത്രോ ചെയ്യുന്ന ഒബ്ജക്റ്റ് റസ്റ്റിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ കേസിൽ അത് റസ്റ്റിലല്ല, ആ ബോയ് ട്രെയിനിൻ്റെ കൂടെ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ട്രെയിനും കൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അതും കൂടി അതിൽ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ഒറിജിനൽ കിട്ടാൻ അത് നമ്മൾ അതിന് സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, സോ യു കോസ് തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് എ ടി സ്ക്വയർ. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്, 10 ആണ്. cos 60 is 1/2 ഇൻറ്റു ടി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, റൂട്ട് 3 ആണ്. മൈനസ് 1/2 ഇൻറ്റു എ, ഈ ആക്സലറേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഇൻറ്റു ടി സ്ക്വയർ. ടി ഇസ് റൂട്ട് 3, റൂട്ട് 3 സ്ക്വയർ ഈസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 1.15. ഓക്കെ, സോ ദെൻ 10/2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടും. സോ 5 റൂട്ട് 3 മൈനസ് ഇവിടെ 3 ഡിവൈഡഡ് ബൈ 2 മീൻസ് 1.5. സോ 1.5 എ വിച്ച് ഈസ് ഈക്വൽ ടു 1.15. So we want to find the acceleration. So 1.5 a which is equal to 5 root 3 minus 1.15. Therefore acceleration is equal to 5 root 3 minus 1.15 divided by 1.5. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി 5 റൂട്ട് 3 മൈനസ് 1.15 വിൽ ബി ഈക്വൽ ടു 7.5. So 7.5 divided by 1.5. Okay, so 7.5 divided by 1.5 will be 5 meter per second square. So therefore the acceleration of the train is 5 meter per second square. അതുകൊണ്ട് ആ ട്രെയിനിൻ്റെ ആക്സലറേഷൻ എത്രയാണ്, 5 meter per second square ആണ്. ഈ ക്വസ്റ്റ്യൻ IIT JEE 2011 ചോദ്യമാണ് കേട്ടോ. സോ 2011 ഈ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു കോൺസെപ്റ്റ്, അതായത് റസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ് ആണെങ്കിൽ റേഞ്ചിൻ്റെ ഫോർമുല നമുക്കറിയാം. ഇവിടെ ട്രെയിൻ ഇറ്റ് സെൽഫ് ഇസ് മൂവിങ് ഇൻ ദ ഫോർവേഡ് ഡിറക്ഷൻ. സോ ഫ്രം ദ ഗിവൺ വാല്യൂ വി ഹാവ് ടു സബ്സ്ട്രാക്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ട്രെയിൻ, ഹാഫ് എ ടി സ്ക്വയറും കൂടി നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം. ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ സിംഗിൾ കറക്റ്റ് ആൻസർ ടൈപ്പ് ആണ്, അതായത് ഒരൊറ്റ ആൻസർ മാത്രമേ കറക്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. എ പാർട്ടിക്കിൾ പി ഈ സ്ലൈഡിംഗ് ഡൗൺ എ ഫ്രിക്ഷൻലെസ് ഹെമിസ്ഫെറിക്കൽ ബൗൾ. ഇറ്റ് പാസസ് ദ പോയിന്റ് എ അറ്റ് ടി ഈക്വൽ ടു 0. അതായത് നമുക്ക് ഇതേപോലെ ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഒരു ഹെമിസ്ഫെറിക്കൽ ബൗൾ ഉണ്ട്. ഇവിടെ 2 ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പി എന്ന പാർട്ടിക്കിൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഈ ഇൻക്ലൈൻഡ് പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, വിത്ത് എ വെലോസിറ്റി, വിത്ത് എ ഹൊറിസോണ്ടൽ കമ്പണന്റ് ഓഫ് വെലോസിറ്റി വി. അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് ഓഫ് വെലോസിറ്റി എത്രയാണ്, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ വി ആണ്. എ ബീഡ് ക്യൂ
ഓഫ് ദ സെയിം മാസ് പി, ഒരു ബീഡ് ഉണ്ട്, അത് മൂവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മാസ് സെയിം ആണ്, അത് ഈ ഒരു പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്, എ ബി എന്ന ഒരു ട്രാക്കിലൂടെയാണ് അത് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ വെലോസിറ്റി എത്രയാണ്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എത്ര തന്നെയാണ്, വി തന്നെയാണ്. ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബീഡ് ആൻഡ് ദ സ്ട്രിങ് മേ ബി നെഗ്ലക്റ്റഡ്, ഇവിടെയുള്ള ഫ്രിക്ഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ലെറ്റ് ടി പി ആൻഡ് ടി ക്യൂ ബി ദ ടൈം ടേക്കൺ ബൈ പി ആൻഡ് ക്യൂ ടു റീച്ച് ബി. അപ്പോൾ ഈ ക്യൂ എന്ന ഒബ്ജക്റ്റ് ബിയിലെത്താൻ എടുത്ത സമയത്തിന് നമ്മൾ ടൈം ടേക്കൺ ബൈ ദ ക്യൂ എന്ന് വിളിച്ചു. ഈ പി എടുത്ത സമയം, ബിയിലെത്താൻ എടുത്ത സമയത്തിന് നമ്മൾ ടൈം ടേക്കൺ ബൈ ദ ബി എന്ന് എടുത്തു. ഓക്കെ, ബൈ ദ പി രണ്ടാമത്തെ ഒബ്ജക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ടൈമുകൾ തമ്മിലുള്ള റിലേഷനാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അതായത് രണ്ടുപേരും ഒരേ സമയത്ത് ബി എന്ന ഡെസ്റ്റിനേഷനിൽ എത്തും, അതോ ഏത് ഒബ്ജക്റ്റാണ് ആദ്യം എത്തുക. ഓക്കെ, കൂടുതൽ സമയം എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പതുക്കെയാണ് അത് എത്തുന്നുണ്ടാവുക. അപ്പോൾ അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ഒരു ചെറിയ ലോജിക് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു എയുടെ കേസ് നമ്മൾ വെറുതെ ഒന്ന് ആലോചിക്കാണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ മിക്ക കുട്ടികളും ആൻസർ പറയുന്നുണ്ടാവുക ഈ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടെ ആദ്യം എത്തുന്നുള്ളതായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ അതല്ല എക്സാക്ട്ലി ആൻസർ വരുന്നത്. കാരണം ഈ ക്യൂവിൻ്റെ പ്രത്യേകത, ക്യൂവിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി വി ആണ്. ആ വെലോസിറ്റി മാറുന്നില്ല. സ്റ്റാർട്ട് ചെയ്ത മുതൽ എൻഡ് ചെയ്യുന്നത് വരെ ആ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓഫ് ക്യൂ വിൽ ബി റിമൈൻസ് ദ സെയിം. അത് ഒരേപോലെ തന്നെയാണ് അത് മൂവ് ചെയ്യുന്നത്. ആ വെലോസിറ്റിക്ക് എന്ത് വരുന്നില്ല, ഇവിടെ മാറ്റം വരുന്നില്ല. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട്. അതെന്താണ്, അവസാനം വരെ അത് കോൺസ്റ്റന്റ് ആണ്. പക്ഷേ പീൻ്റെത് അങ്ങനെയല്ല. സ്റ്റാർട്ടിങ് സമയത്ത് അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി വി ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ താഴേക്ക് പോകുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കൂടുന്നുണ്ട്. കാരണം ഇതൊരു ഇൻക്ലൈൻ പാത്ത് അല്ലേ. അപ്പോൾ താഴേക്ക് പോകും തോറും അതിൻ്റെ, നമുക്കറിയാം താഴേക്ക് പോകും തോറും അതിൻ്റെ വെലോസിറ്റി കൂടും. സോ ഇവിടെ നോക്കി നോക്കി, ഈ എ മുതൽ ഈ സി വരെ എത്തുന്ന ഈ പോയിന്റ് വരെ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി മാറുന്നുണ്ട്. ഓക്കെ, ഇതിന് ശേഷം റിട്ടാർഡേഷൻ ആണെങ്കിൽ കൂടി അത് വെലോസിറ്റി വി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, സോ ഫ്രം എ ടു ബി ഓൾവേസ്, ഞാൻ പിയുടെ കേസാണ് പറയുന്നത്. ഓക്കെ, ഫ്രം എ ടു ബി ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ദ വെലോസിറ്റി ഓഫ് ദ പി വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു വി അല്ലേ. ചില സമയത്ത് അത് ഗ്രേറ്റർ ദാൻ ആവുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ അത് ഗ്രേറ്റർ ദാൻ ആണ്. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി കൂടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഇത് സ്ട്രെയിറ്റ് ആണ് പോകുന്നത്. അത് കാരണം അതിൻ്റെ എന്ത് മാറുന്നില്ല, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി മാറുന്നില്ല. അപ്പോൾ ഇയാളുടെ വെലോസിറ്റിക്ക് മാറ്റം വരുന്നത് കാരണം ഈ പി ആയിരിക്കും പെട്ടെന്ന് എത്തുന്നുണ്ടാവുക ഇവിടെ കമ്പയർഡ് ടു ക്യൂ. അപ്പോൾ ക്യൂ ആണ് സമയം കൂടുതൽ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ദ ടൈം ടേക്കൺ ബൈ ദ ക്യൂ ഈസ് മോർ ദാൻ കമ്പയർഡ് ടു ടൈം ടേക്കൺ ബൈ ദ പി. സോ ഓപ്ഷൻ എ വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കാരണം ഇയാളുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി മാറുന്നില്ല, ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Then next question, a particle initially, that is t equal to 0, moving with a velocity u is subjected to a retarding force, as a result of which it decelerates as a rate of a is equal to minus k into root v, where v is the instantaneous velocity and k is a positive constant. The time taken t by the particle to come to rest is given by. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് കോൺസ്റ്റന്റ് ആയിട്ട് റിട്ടാർഡേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിലുള്ള റിട്ടാർഡേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റിട്ടാർഡേഷൻ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു റൂട്ട് വി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര സമയത്തിന് ശേഷമാണ് നമ്മുടെ ഒബ്ജക്റ്റ് റെസ്റ്റിൽ, കാരണം റിട്ടാർഡേഷൻ ആണ്, പതുക്കെ പതുക്കെ അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരുന്നുണ്ടാകും, ഫൈനലി ഇറ്റ് വിൽ കം ടു റെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ എത്ര സമയം എടുക്കുന്നുണ്ട് അത് റെസ്റ്റിലേക്ക് വരാൻ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. So acceleration തന്നിട്ടുണ്ടല്ലോ, മൈനസ് കെ ഇൻറ്റു റൂട്ട് വി. So we know that acceleration means it is dv divided by dt. So I can write dv divided by dt is equal to minus k into root v. Okay, therefore ഈ ഇൻറ്റു റൂട്ട് വി ഞാൻ ഇങ്ങോട്ട് മാറ്റിയാണ്, dt ഞാൻ ആ സൈഡിലേക്ക് കൊണ്ടുപോവാണ്. So I can write as dv divided by root v which is equal to minus k into dt. Now integrating on both side, ഞാൻ രണ്ട് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ രണ്ട് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഈ റൂട്ട് വി മുകളിലേക്ക് പോകുന്ന സമയത്ത് അത് വി റേസ് ടു മൈനസ് 1/2 ആയിട്ട് മാറും അല്ലേ. പിന്നെ ബാക്കി ആരുണ്ട്, ഡി വി വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇവിടെ നെഗറ്റീവ് കെ ഇൻറ്റു ഡി ടി, നെഗറ്റീവ് കെ ഇൻറ്റു ഡി ടി. സോ വി റേസ് ടു നെഗറ്റീവ് 1/2ൻ്റെ ഇൻറ്റഗ്രൽ എത്ര വരും, വി റേസ് ടു നെഗറ്റീവ് 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 1/2 പ്ലസ് 1. സോ ഇവിടുത്തെ ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞു, which is equal to minus k. Minus k means minus k into 1 ആണ്. Integral 1 with respect to t is t itself plus a constant c.
Okay, so v raised to minus 1 by 2 plus 1 means v raised to 1 by 2. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റൂട്ട് വി എന്ന് എഴുതാം. ഞാൻ റൂട്ട് വി എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ ഇവിടെ 1 by 2 വരും, ആ 2നെ എനിക്ക് മുകളിലേക്ക് എഴുതാം. സോ 2 റൂട്ട് വി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് സി. ഓക്കെ, ഇത് നമുക്ക് കിട്ടി. പക്ഷേ നമുക്ക് സീൻ്റെ വാല്യൂ അറിയില്ല. അപ്പോൾ സീൻ്റെ വാല്യൂ കിട്ടാൻ ഞാൻ ഇവിടെ ഒരു കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വെൻ ടി ഈക്വൽ ടു 0, ഇവിടെ കണ്ടില്ലേ ടൈം 0 ആവുന്ന സമയത്ത് നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. അപ്പോൾ ടൈം ഈക്വൽ ടു 0 ഉള്ള സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? u ആണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് സീൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, 2 ഇൻറ്റു റൂട്ട് യു, കാരണം ടൈം 0 ആവുന്ന സമയത്ത് വെലോസിറ്റി u ആണ്. അപ്പോൾ ഞാൻ u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് കെ ഇൻറ്റു 0 പ്ലസ് സി എന്ന് വരും. ഓക്കെ, കാരണം ടൈം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ സിയുടെ വാല്യൂ എത്രയാണ്? സി ഈസ് ഈക്വൽ ടു 2 റൂട്ട് യു. സോ സി ഈസ് ഈക്വൽ ടു 2 റൂട്ട് യു ആണ് നമ്മുടെ സീൻ്റെ വാല്യൂ. ഓക്കെ, അങ്ങനെ സീൻ്റെ വാല്യൂ കിട്ടി. ആ സീൻ്റെ വാല്യൂ നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2 റൂട്ട് വി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് 2 റൂട്ട് യു. ഓക്കെ, സിക്ക് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇനീഷ്യൽ സമയത്ത് എന്താണ്? ടൈം 0 ആവുന്ന സമയത്ത് വെലോസിറ്റി യു ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ആ ഒരു കണ്ടീഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് സിയുടെ വാല്യൂ കിട്ടി. ഈ സിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇക്വേഷനായി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഒബ്ജക്റ്റ് റെസ്റ്റിലാവുന്ന സമയത്തുള്ള ടൈം ടി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഒബ്ജക്റ്റ് റെസ്റ്റിൽ വരുന്ന സമയത്ത് ഫൈനൽ വെലോസിറ്റി എത്രയുണ്ടാവുക? വെൻ ഒബ്ജക്റ്റ് ഈസ് കമ്മിങ് ടു റെസ്റ്റ് we know that the final velocity will be 0. ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും ഉണ്ടാവുക? 0 ആയിരിക്കും ഉണ്ടാവുക. സോ v ഈക്വൽ ടു 0. ആ സമയത്തുള്ള ടൈമിനെയാണ് ഇവർ ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ v ഈക്വൽ ടു 0 ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു ഫൈനൽ വെലോസിറ്റി. അപ്പോൾ എന്ത് വരും? എനിക്ക് v 2 ഇൻറ്റു 0 ബിക്കം 0. സോ 0 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് കെ ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ ടി പ്ലസ് 2 ഇൻറ്റു റൂട്ട് യു. ഈ മൈനസ് കെ ടി ആ സൈഡിലേക്ക് പോകുന്ന സമയത്ത് പ്ലസ് ആയിട്ട് മാറും. സോ ഐ ക്യാൻ റൈറ്റ് ആസ് 2 റൂട്ട് യു വിച്ച് ഈസ് ഈക്വൽ ടു കെ ടി. Therefore, t is equal to 2 root u divided by k. Okay, so time is equal to 2 root u divided by k. So option A is the correct answer. Option A ആണ് correct answer. 2 root u divided by k. അപ്പോൾ ഇതെല്ലാം പ്രീവിയസ് ഇയർ IIT ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഐഡിയ മാത്രം മതി. ഓരോ ക്വസ്റ്റ്യനിലും ഓരോ കോൺസെപ്റ്റ് ആണ്.